എല്ലാവരും എന്നെടുക്കുവാണോ? ചോറൊക്കെ ഉണ്ടോ? ഇന്ന് ഭയങ്കര മഴയാണ്. ഇന്ന് ഞാൻ നേരത്തെ ചേട്ടന് കൊടുക്കാനെന്നറിയാം. ചേട്ടൻ ഇന്ന് ലോട്ടറി ഇല്ലായിരുന്നു. ഇന്ന് മറ്റേ കൂടിയ ലോട്ടറി ബമ്പറായാലും ചേട്ടൻ എടുത്തില്ല. കാരണം ഇന്ന് ചേട്ടൻ നേരത്തെ ചോറ് കൊടുത്തിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ. ഭയങ്കര മഴയാണ് ഇവിടെ. എന്നാ ചെയ്യുന്നറിയില്ല, ഭയങ്കര മഴയായിരുന്നു ഇവിടെ. അത് കാരണം എല്ലായിടത്തും മഴയെന്നറിയാം. എന്നാലും നമുക്ക് ചോറങ്ങ് ഉണ്ടാക്കാമെങ്കിൽ ആ പരിപാടി അങ്ങ് കഴിയുമല്ലോ. ചേട്ടൻ ആദ്യം തന്നെ ചോറ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. പല പാത്രത്തിൽ വിളമ്പേണ്ടതാണ്. പക്ഷെ അച്ഛൻ ഇന്നാള് വേടി ഇട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് അച്ഛൻ ഇപ്പം ഒരു പാത്രത്തിൽ കിട്ടിയാലും ധാരാളം തന്നാൽ മതിയടി എന്നൊക്കെ അതുകൊണ്ട് പിന്നെ അച്ഛനത് ഇന്ന് നമ്മുടെ കറി എന്താണെന്ന് വെച്ചാൽ രസമാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, കുരുമുളക് എല്ലാം കൂടി ഇടിച്ച് നമ്മൾ ഇന്ന് രസം വെച്ചു. പിന്നെ ഇന്ന് വെച്ചത് എന്താണെന്ന് വെച്ചാൽ ചക്കുക്കുരു മൈസൂർ ചീരയല്ല. ഇനി എല്ലായിടത്തും ഇനി പറയുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഒടിച്ചു കുത്തി ചീര എന്നൊക്കെ പറയും. നമ്മൾ പറയുന്നത് ചക്കുക്കുരു മൈസൂർ ചീര എന്ന് ഇതിന് പറയുന്നത്. എല്ലായിടത്തും എന്നാ പറയുന്നത് അറിയത്തില്ല. പിന്നെ അത് തോരൻ. ഇന്നലത്തെ സോയ ഇത്ര ഇരിക്കുക. അങ്ങനെ വേറെ കറി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് അതുണ്ട്. പിന്നെ നാരങ്ങ അച്ചാറ്, പിന്നെ പപ്പടം എന്നും കൂട്ടില്ല എന്നൊക്കെ കുറേ പിള്ളേർ എന്നോട് പറഞ്ഞു. എന്നാലും ഞങ്ങൾക്ക് പപ്പടം ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പപ്പടം എടുത്തു. പിന്നെ എല്ലാവരോടുമായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പം 10,000 ആയെന്ന് പറഞ്ഞു. അത് എല്ലാവരും അതിന് നിങ്ങളെല്ലാവരുടെയും കൂടെ സപ്പോർട്ട് ഉണ്ടാകുന്നതുകൊണ്ടാണ് 10,000 ആയത്. ഇതുപോലെ എല്ലാവരും നമ്മളോട് സഹകരിച്ച് നമ്മളൊരു കുടുംബം പോലെ തന്നെ മുന്നോട്ട് പോകുമല്ലേ എന്ന് അതിൻ്റെ പറയണ്ടേന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ്. അതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. പറഞ്ഞു വരുമ്പോൾ മാറിപ്പോൾ. അതുകൊണ്ട് എല്ലാവരും ഇതുപോലൊക്കെ തന്നെ നമ്മളോട് സഹകരിച്ച്. പിന്നെ എന്നോട് ഒത്തിരിയും പിള്ളേർ ഇങ്ങനെ പറഞ്ഞു, അമ്മയെ ഞങ്ങൾക്ക് ഹായ് പറയണേ. പേരെല്ലാവരുടെയും മറ്റും ഓർത്തിരിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഹായ് എന്ന് തരുന്നുണ്ട്. എല്ലാ മക്കളും സുഖമായിട്ടിരിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. വെളിയിലുള്ള കുഞ്ഞുങ്ങളൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. അവരൊക്കെ മെസ്സേജ് വിടുന്നുണ്ട്. അവർക്കൊക്കെ നല്ലത് വരാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് നമ്മൾക്ക് ഇപ്പോഴത്തെ മഴയും വെള്ളവും എല്ലാം ആയതുകൊണ്ട് എല്ലായിടത്തും പല പല പ്രശ്നങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഉച്ചയായി, ചോറുണ്ണാൻ എല്ലാവരും ഓടി വായോ. തേണ്ട ഇന്നത് ചോറ്, രസം, ചീരത്തോരൻ, പപ്പടം, അച്ചാറ്, ഇന്നലത്തെ സോയാബീൻ, ഇന്നലത്തെ തീയിലൊക്കെ ഉണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഞങ്ങൾ എടുത്തും കൂടെ മാറ്റി. എല്ലാം കൂടെ ഇപ്പം കാണിക്കണ്ടല്ലോ. എല്ലാവരും ഓടി വായോ വന്ന് ചോറുണ്ണാം. നമുക്കെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കാം. വാ എല്ലാവരും ചോറുണ്ണാം.